ബ്രോ, നിങ്ങളുടെ നാട്ടുകാരെ അവന്മാര് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? നിങ്ങളെ വീട്ടുകാരെ കൊണ്ട് നിങ്ങളെ വീട്ടുകാർ കൊള്ളത്തില്ലെന്നും നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, ഒരു എയിം ഉണ്ട്. നാലാമത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് ബ്രോ, മനസ്സിലാക്കുക. റൈറ്റ്. ഇത്രയും നാള് നിങ്ങൾക്ക് ഫുഡിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പ്ലാൻ ഫോർ ഇറ്റ്, എയിം ഫോർ ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ക്ലിയർലി ഒരു 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം സെറ്റിങ്സിൽ കയറി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പോലുമില്ല. എൻ്റെ കണ്ണെല്ലാം ഭയങ്കരമായിട്ട് കുഴിഞ്ഞിരിക്കുക, എൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ ഭയങ്കരമായിട്ട് കാർത്തിരിക്കുക. ഞാനങ്ങ് ടയേർഡായതിൻ്റെ കൂട്ടിയിരിക്കുക. ഞാൻ എൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് ടൈം സ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഞാൻ അത് നോക്കി. ഈ റാറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. ബ്രോ, നിങ്ങളൊന്ന് റിയലി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ എല്ലാ ദിവസവും ഞാൻ രാവിലെ എണ്ണിച്ചാൽ ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? നേരെ ഫോൺ എടുക്കുക, നേരെ ഇൻസ്റ്റഗ്രാമിൽ കയറുക, റീൽ സെക്ഷൻ എടുക്കുക, സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ട്രിഗർ ആയിട്ട് പിന്നെ ഞാൻ പോയി ചെയ്യുന്ന എന്തുവാണെന്നറിയോ? ഇതാണ് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പോയി ഫാപ്പ് ചെയ്യും, ഫോൺ പോയി കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്താ പറയുക, എനിക്കിത് നിങ്ങളോട് പറയാൻ നാണക്കേടുണ്ട്, എന്നാലും ഞാൻ നിങ്ങളോട് ഇത് ഓപ്പൺലി പറയുന്നു. ഞാൻ ആ റിഗ്രറ്റ് മാറ്റാൻ വേണ്ടി ഫാപ്പ് ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ ആയ ആ റിഗ്രറ്റ്, അപ്പൊ നമുക്കൊരു റിഗ്രറ്റ് വരുമല്ലോ, ആസ് എ മെൻ നമുക്കറിയാം. സോ ആ റിഗ്രറ്റ് മാറ്റാൻ വേണ്ടി പിന്നെയും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആ സെറ്റിങ്സിൽ അപ്പൊ നോക്കിയ ടൈം എത്ര ആണെന്ന് അറിയാമോ? 10 മണിക്കൂർ. 10 മണിക്കൂറാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റിയലി അത്രമാത്രം ഡാർക്ക് ഏജിലായിരുന്നു എൻ്റെ ലൈഫ് ഉള്ളത്. ബ്രോ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, 10 മണിക്കൂർ. എൻ്റെ ലൈഫിൽ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ ലൈഫിൽ 10 മണിക്കൂറാണ് ബ്രോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രയോജനവും ഇല്ലാതെ ടൈം വേസ്റ്റ് ചെയ്തത്. ഞാനിത് നോക്കിയപ്പോൾ 10 മണിക്കൂർ എന്ന് കാണിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഷോക്കാണ് ഉണ്ടായത്. ദൈവമേ, എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്? ഒരു 5 മിനിറ്റ് പോലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബ്രെയിൻ അതിന് പോലും കേപ്പബിൾ അല്ലാത്തൊരു ബ്രെയിൻ ആയിരുന്നു. ഞാൻ ഇന്ന് എത്ര മണിക്കാണ് എണ്ണിച്ചതെന്ന് നിങ്ങൾക്കറിയണം? ഇപ്പൊ സമയം 10 മണിയായി. ഞാൻ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്കറിയണം. ഞാൻ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ദിവസം എത്രമാത്രം സന്തോഷത്തോടെയും ഹാപ്പിനെസ്സോടെയും, അതും ഞാൻ ഇതുവരെയ്ക്കും ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല, എത്രമാത്രം എനർജിയോടുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ബ്രോ, എനിക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ബ്രോ, ഇതാണ് പ്രോസസ്. ഞാൻ ഇന്ന് എണ്ണിച്ചത് 5 മണിക്കാണ്. രാവിലെ 5 മണിക്ക് എണ്ണിച്ചു, 2 മണിക്കൂർ ഡീപ് സെഷൻ ചെയ്തു. ഞാൻ കോച്ച് ചെയ്യുന്ന പിള്ളേരോട് ഞാൻ സംസാരിച്ചു, അവന്മാരോട് ഹാപ്പി ആയിട്ട് ഗുഡ് മോർണിംഗ് അയച്ചു. ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി അവർക്ക് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡീപ്പ് സെക്ഷനിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് 7 മണി ടു 9 മണി വരെ 7 മണി ടു 9 മണി വരെ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിം സെക്ഷൻ ജസ്റ്റ് ഒന്നും ആയിട്ടില്ല ബട്ട് ചെയ്തു. റൈറ്റ്. അത് 2 അടിപൊളി ചിക്സ് ഉണ്ടായിരുന്നു ജിമ്മിൽ. നൈസ്. അത് കഴിഞ്ഞിട്ട് സൈഡ് നോട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വന്നു, ഫ്രഷ് ആയി, മെഡിറ്റേഷൻ ചെയ്തു, ജേണലിംഗ് ചെയ്തു. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 10 മണി ആയിട്ടേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആക്കി. ബ്രോ, ഞാൻ നിങ്ങളോട് ഓപ്പൺലി പറയുന്നു, ആസ് എ ബ്രദർ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പെട്ടിരിക്കുകയാണെങ്കിൽ, എലിപ്പെട്ടിയിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ റാറ്റ് ബോക്സിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇസഡ് ഗ്രൂപ്പിന്റെ മെമ്പറാണ്. നമ്മൾ ഇതൊരു കേരളത്തിൽ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്, സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. അത് മാത്രം മതി ഞാൻ പറയത്തില്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. എന്നിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. നമ്മളിത് വിൻ ചെയ്യും, ഒരുമിച്ച് വിൻ ചെയ്യും. നമ്മൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്. നമ്മുടെ ടൈം എങ്ങനെയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇതെന്തുകൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ഇപ്പോൾ ഉള്ളത്, ഇതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഒരു റാറ്റ് ബോക്സിനകത്താണ്, ഒരു എലിപ്പെട്ടിക്കകത്താണ്. അതിനകത്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. നമ്മുടെ ഈഗോയെ, നമ്മുടെ ദേഷ്യവും എല്ലാം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട്, നിങ്ങൾക്ക് ഈ ഒരു റാറ്റ് ലൈഫിൽ നിന്നും ഈ ഒരു ഈഗിൾ ലൈഫിലേക്ക് എൻജോയ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രോസസ്, അതാണ് ബ്യൂട്ടിഫുൾ. അതാണ് ബ്രോ നമുക്ക് എനർജി തരുന്നത്, നമുക്ക് റിവാർഡ് തരുന്നത്, നമുക്ക് പൈസ തരുന്നത്, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേളിനെ തരുന്നത്, നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, എല്ലാം ആ പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യണം. എനിക്കറിയാം, ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്തുവാന്ന് എനിക്കറിയാം.
പിന്നെ എങ്ങനെയാ ബ്രോ ഞാൻ ഗെയിം കളിക്കുന്നത്, പിന്നെ എങ്ങനെയാ ബ്രോ ഞാൻ സിനിമ കാണുന്നത്, പിന്നെ എങ്ങനെയാ ബ്രോ ഞാൻ ലൈവ് വല്ലവന്മാരെയും കാണുന്നത് എന്നായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. റൈറ്റ് ബ്രോ, അതല്ല ലൈഫ്, അതല്ല ബ്രോ ലൈഫ്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു, നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യണം, നിങ്ങൾ കുറച്ച് ഇതൊക്കെ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കും. ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണ്ട, ബട്ട് നിങ്ങൾക്ക് റാറ്റ് ലൈഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഈഗിൾ ലൈഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഈ വീഡിയോക്ക് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷനബിൾ സ്റ്റെപ്പ്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ഷനബിൾ സ്റ്റെപ്പ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഡോപ്പമിൻ ഡീറ്റോക്സ്, എങ്ങനെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് ക്ലിയർലി ചെയ്യാൻ പറ്റുന്നതെന്നൊരു ആക്ഷനബിൾ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ഞാൻ ഇവിടെ നിങ്ങളോട് ഒരിക്കലും പൊട്ടത്തരം പറയത്തില്ല. നിങ്ങളുടെ യൂട്യൂബർ പറയുന്ന വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അവന്മാർ റൂട്ട് ഞാൻ ഇവിടെ നിങ്ങളോട് പൊട്ടത്തരം പറയത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിന്നും, ഈ ഒരു റാറ്റ് ലൈഫിൽ നിന്നും നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി നീഡ് ടു ഫോളോ സം റൂൾസ്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാറ്റണമെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫോൺ അഡിക്ഷൻ മാറ്റണമെങ്കിൽ, നിങ്ങൾക്ക് ഈവൻ ഈ ഗെയിം അഡിക്ഷൻ മാറ്റണമെങ്കിൽ കുറേ പിള്ളേർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ സീരീസ് ആയിട്ടുള്ള ആനിമെ ഇതുപോലെ എനിക്കറിയാം. ഞാൻ ആനിമെ കാണുന്നവരെ കുറ്റപ്പെടുത്തുക ഒന്നുമല്ലേ, ഞാൻ പേഴ്സണലി കാണാറില്ല. ഐ ഫക്കിംഗ് ഡോണ്ട് കെയർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അത് കാണുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇവന് ഇഷ്ടപ്പെടുന്നില്ല, ഇത് ഇവൻ കണ്ടിട്ടില്ല, ഇവൻ കൊള്ളത്തില്ല. എനിക്ക് നിങ്ങളൊരു ദേഷ്യം, എനിക്കത് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ പറയാം KGF 2 പന്ന സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് സെയിം ദേഷ്യം വരുന്ന തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, അതെനിക്ക് മനസ്സിലായി. ബട്ട് ഇത്രമാത്രം ടൈം നിങ്ങൾ അതിനു വേണ്ടി കളയുന്നു, ഒരു കാർട്ടൂണിന് വേണ്ടി ഇത്രമാത്രം ടൈം കളയുന്നു എന്നുള്ളൊരു കാര്യം അതില്ല എന്ന്, അത് അങ്ങനല്ല ബ്രോ ഇതിങ്ങനാണ് എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ്സ് പോസിബിൾ? എങ്ങനെ അത് ലോജിക്കലി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ കാണൂ, നിങ്ങളൊരു ഈഗിൾ മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടുമായിട്ടോ കുത്തിയിരുന്ന് കാണും ആനിമെ, നോ പ്രോബ്ലം. ബട്ട് ഇപ്പോൾ നമ്മൾ അത് ചെയ്യാനുള്ള ടൈമിലല്ല. ഡോപ്പമിൻ ഡീറ്റോക്സ് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടെങ്കിൽ, ഈ റൂൾസ് എസ്പെഷ്യലി ഈ റൂൾസ് നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ, നിങ്ങളുടെ മൈൻഡിനോട് തന്നെ നിങ്ങൾ പറയേണ്ട ഒരു വേർഡാണ് ക്യാപ്റ്റൻസ് വേർഡ് ഈസ് ലോ. മനസ്സിലായില്ലേ? തിങ്ക് അബൌട്ട് ദ പവർ. ക്യാപ്റ്റൻസ് വേർഡ് എന്തു പറഞ്ഞാലും അത് ലോ ആണ്. അതുപോലെ തന്നെ യു നീഡ് ടു ഫോളോ ദിസ് റൂൾസ്. നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഡേഞ്ചർ എന്ന് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. ബ്രോ, നിങ്ങൾക്ക് ഈ റാറ്റ് ലൈഫിന്റെ, ഈ എലിപ്പെട്ടിയിൽ കിടക്കുന്ന, റാറ്റ് ബോക്സിൽ കിടക്കുന്നതിന്റെ പെയിൻ നിങ്ങൾക്ക് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇല്ല ബ്രോ ഞാനിപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ട് കിടക്കുകയാണ്, എന്നോട് ആരും മിണ്ടുന്നില്ല, എനിക്ക് ആരും ഇല്ല, ഞാൻ ലോൺലി ആയിട്ടാണ്, എനിക്ക് ആരോട് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്ക് എല്ലാവരും പേടിയാണ്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ വിഷമമുണ്ട്, അതിന്റെ പെയിൻ ഉണ്ട്, എനിക്കറിയാം. ബട്ട് നിങ്ങൾ അവിടെ കംഫോർട്ടബിൾ ആണ് ബ്രോ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ ഡേഞ്ചർ, നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് കണ്ടന്റ് കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഡേഞ്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക, അത് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതിൻ്റെ തൊട്ട്, ടൈമാണ്. ടൈം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡു യു ഗെറ്റ് മീ ബ്രോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീവയർ യുവർ ബ്രെയിൻ ഫ്രം ദ ഫോൺ അഡിക്ഷൻ. ഫോൺ അഡിക്ഷൻ നിന്നും, ഫോൺ ഭയങ്കരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, ഇതിന്റെ ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് എങ്ങനെ കിട്ടുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ റിയലി സംഭവിക്കുന്നത് എന്താണെന്ന് പറയുക, നമ്മളൊരു ബോക്സിനകത്തായിരിക്കും. ഈ ബോക്സിനകത്താണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നത്. എല്ലാ കാര്യവും നമുക്ക് ഭയങ്കരമായി ഡോപ്പമിൻ ഇനി കിട്ടിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് എന്താണ് എനിക്ക് ഡോപ്പമിൻ, നല്ല ഡോപ്പമിൻ, ഏതാണ് ബാഡ് ഡോപ്പമിൻ എന്ന് നമ്മൾ തിരിച്ചറിയാത്തൊരു അവസ്ഥയിലേക്ക് പോകും ബ്രോ. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ റീവൈൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനെ ഇതിനകത്ത് നിന്ന് റീവൈൻഡ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ ഇത്രയും നാൾ എൻ്റെ ലൈഫിൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ ഇത് എൻ്റെ ലൈഫിൽ സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ ഇത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാൻ ഇംപ്രൂവ് ചെയ്യും.
എന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക, ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ബ്രോ, ഈ രണ്ടാമത്തെ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡോപ്പമിൻ, വൈ ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, വൈ ആർ യു അഡിക്റ്റഡ്. ഇതാണ് നിങ്ങൾ തിങ്ക് ചെയ്യാത്തൊരു കാര്യം. നമ്മൾ എന്തുകൊണ്ട് പിന്നെയും പിന്നെ, നമുക്ക് തന്നെ അറിയാം ഓക്കെ ഇത് ചെയ്യരുത്, ഇത് പ്രശ്നമാണ് എന്നൊരു തിങ്കിങ് നമുക്കുണ്ട്. എന്നാൽ പോലും നമ്മൾ എന്തുകൊണ്ട് രണ്ടാമതും ഈ സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ ഇങ്ങനെ പോകുന്നു, എന്തുകൊണ്ട് നമ്മുടെ ടൈം ഇങ്ങനെ ഗെയിമിനും ഫോണിനും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഡോപ്പമിനാണ്. എങ്ങനെ ഡോപ്പമിൻ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ സിമ്പിളി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഫോൺ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും. അപ്പം ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ഡോപ്പമിൻ എല്ലാം എടുക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡോപ്പമിൻ ഇങ്ങനെ പീക്കാവും, റൈറ്റ്, ഇതുപോലെ പോകും, കുന്തം പോകുന്നതിനോട്ട് ഇങ്ങനെ ഡോപ്പമിൻ പോകും. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ ഡോപ്പമിൻ ഡിപ്ലീഷൻ, റൈറ്റ്, എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഡോപ്പമിൻ ഭയങ്കരമായിട്ട് താഴെ പോകും. ഇവിടെ ഞാനിങ്ങനെ ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനകത്തൊന്നും ഇല്ലല്ലോ. സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത് അറിയോ, ഇവിടെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഭയങ്കര ചിരിച്ച് രാജകുമാരന്റെ കൂട്ടൊക്കെ ഇരിക്കും. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കണ്ണും കുഴിഞ്ഞ് നിങ്ങൾ കരഞ്ഞു എല്ലാം കൂടെ പോയി വിഷമിച്ചിരിക്കും. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഭയങ്കരമായ ഒരു ഡോപ്പമിൻ പീക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഇൻസ്റ്റന്റ്ലി നിങ്ങളുടെ ഡോപ്പമിൻ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്താ റിയലി ചെയ്യുന്ന അറിയോ, പിന്നെയും നമുക്ക് ഈ ഡോപ്പമിൻ വേണം. കാരണം നമ്മുടെ ബോഡിക്ക് ഡോപ്പമിൻ ഇഷ്ടമാണ്, അത് പിന്നെയും വേണം. സോ നമ്മളെ പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ പിടിച്ചെടുത്തും പിന്നെയും ഹാപ്പിനെസ് ആവും. ഇവിടെ എന്താ പറ്റുന്നതെന്നറിയോ, ഇവിടെ പറ്റുന്നറിയോ, ഈ ഡിപ്ലേഷന്റെ അളവ് ഇവിടെ ഒരു മീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മീറ്റർ ഉണ്ട്. ഈ മീറ്റർ കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും താഴെ ഇവിടെ ആയെന്ന് വെച്ചു, ഇവിടുന്ന് പിന്നെ ഇത്രയും പീക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. ബ്രോ, ഇതാണ് അഡിക്ഷൻ, ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. സോ ഇതിന്റെ ഡേഞ്ചർ നിങ്ങൾ മനസ്സിലാക്കണം. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അരമണിക്കൂർ ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഡീപ്പ് സെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോ കണ്ടിട്ടും ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ? ബ്രോ, മൂന്നാമത് ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്, നിങ്ങൾ യൂസ് യുവർ ടൈം ഫോർ യുവർ സെൽഫ്, നോട്ട് ഫോർ റീൽസ്. എന്ന് വെച്ചാൽ നിങ്ങൾ റീലിന് വേണ്ടി നിങ്ങളിന്ന് നോക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്രയാണ് ടൈം സ്പെൻഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ എത്രയാണ് ടൈം സ്പെൻഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഫോണിന് ടൈം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിംഗ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ എത്രമാത്രമാണ് നിങ്ങൾ അതിനകത്ത് അഡിക്റ്റഡ് ആയിട്ടുള്ളത്, എത്രമാത്രം ഇന്റൻസിറ്റി നിങ്ങൾക്കുണ്ട്, എത്രമാത്രം നിങ്ങൾ ഒരു ദിവസം ടൈം അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഡെവലപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ നമ്മുടെ ടൈം എങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും? നമ്മുടെ ടൈം നമ്മൾ റീല് കാണാനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇത് രണ്ടുമാണ് കീ ആയിട്ടുള്ള പോയിന്റ്. യൂസ് യുവർ ടൈം ഫോർ യുവർ സെൽഫ്, ഇതാണ് കീ ആയിട്ടുള്ള കാര്യം. ഡു യു ഗെറ്റ് മീ? ഈ മൂന്നാമത്തെ റൂൾ, ഞാൻ ഈ പറഞ്ഞ 3 റൂളും നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ഡോപ്പമിൻ ഡീറ്റോക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ചിലവന്മാർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഓ ബ്രോ, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് ഇതൊന്നും ചെയ്താൽ പൈസ കിട്ടാൻ പോകുന്നില്ലോ, എനിക്ക് ഇതൊന്നും ചെയ്താൽ ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആവാൻ പോകുന്നില്ലല്ലോ, എനിക്ക് ഇതൊന്നും ചെയ്താൽ എന്റെ ഇപ്പോഴുള്ള പ്രോബ്ലം മാറുന്നില്ല, ഫാമിലി ഇഷ്യൂസ് മാറുന്നില്ല, ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറുന്നില്ല ഒക്കെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. റൈറ്റ്, നിങ്ങൾ കോൺഷ്യസ്ലി തിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും ചെയ്താൽ, ഞാൻ ഈ പറഞ്ഞ 3 റൂൾസ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ നടക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, ഈ 4ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ ഫോർ ഇറ്റ്, എയിം ഫോർ ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ. ഈ 3 പോയിന്റ്സ് നിങ്ങൾ വളരെ വളരെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം നിങ്ങളുടെ ലൈഫിൽ. എന്താണ്? പ്ലാൻ ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഈ ടൈം നമ്മൾ ഇത്രയും വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മുടെ എയിം എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്, അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് അതിനകത്ത് നോക്കേണ്ടത്. പ്ലാൻ ഫോർ ഇറ്റ്, എയിം ഫോർ ഇറ്റ്, ഗെറ്റ് ചെയ്തിരിക്കണം, ഗെറ്റ് ഇറ്റ് ഡൺ. ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ബ്രോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇത്രയും നാളും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ബ്രോ
നിങ്ങൾ ഇത്രയും നാളെ ചെയ്യാൻ നോക്കിയപ്പോൾ എന്താണ് നിങ്ങളെ അഡിക്ഷൻ ആക്കുന്നത് എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? അത് ഡോപ്പമിൻ ആണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. ഡി യു ഗെറ്റ് മീ? സോ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്കൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഗോളിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് 6 മാസമായിരിക്കാം, 1 വർഷമായിരിക്കാം, 3 മാസമായിരിക്കാം. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഗോളായിരിക്കാം, ഒരു പെൺകുട്ടിയെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടിയെ സെറ്റ് ആക്കുന്ന ഒരു ഗോളായിരിക്കാം, നിങ്ങൾ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന ഗോളായിരിക്കാം, നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന, ഫ്രീഡം എന്ന് വെച്ചാൽ ഭയങ്കര പൈസ വേണം, ബട്ട് എന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് കഴിക്കാനുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഈ ഫോണിൽ 24 മണിക്കൂറും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? എന്താണ് കിട്ടാൻ പോകുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ ഇസഡ് ഗ്രൂപ്പിൽ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആക്ഷനബിൾ സ്റ്റെപ്പ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല ബ്രോ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കി, ഇത്രയും നാൾ നിങ്ങൾ എണ്ണിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ആർക്കുമില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് മാത്രം നിങ്ങൾ പറയില്ല. നിങ്ങൾ ഇത്രയും നാൾ എണ്ണിച്ച് എനിക്ക് ഇതുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ അതല്ല, നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛന് വേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ അച്ഛന് വേണ്ടി. ഇപ്പം ചിലവന്മാർ സബ് കോൺഷ്യസ്ലി തിങ്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ അച്ഛനാണ് അത്രയും, എൻ്റെ അച്ഛൻ കള്ളൊക്കെ കുടിക്കും, അയാൾ വലിയ ഇതൊന്നുമില്ല എന്നൊക്കെ തിങ്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. മനസ്സിലാക്കുക. റൈറ്റ്, ഇത്രയും നാള് നിങ്ങൾക്ക് ഫുഡിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അല്ലെ അച്ഛനായാലും അമ്മയായാലും. സോ വി നീഡ് ടു ബി ഗ്രേറ്റ്ഫുൾ. ചിലപ്പോൾ നിങ്ങൾ കാണുന്നവർ റൂട്ട്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും, അവർ അച്ഛൻ ഭയങ്കര ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ട് എപ്പോഴും ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും, കളിയാക്കുന്നുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഈവൻ നല്ല കാര്യം ചെയ്താൽ പോലും കുറ്റപ്പെടുത്തലായിരിക്കും. അപ്പൊ നിങ്ങൾ വേറൊരു അമ്മയായിട്ട് കമ്പയർ ചെയ്യുമോ, അവരുടെ അമ്മ ഭയങ്കര സ്നേഹമാണ്, മോനെ ഉമ്മ എന്നൊക്കെ വിളിച്ചിട്ട്. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ നടക്കണമെന്നില്ല. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുകയും ചെയ്യരുത്, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇതാവുകയും ചെയ്യരുത്. കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടെങ്കിൽ അതൊരു വൃത്തിയുടെ കോമ്പിനേഷൻ ആണ് എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് അറിയാവുന്നത്. അതിനകത്ത് പ്രശ്നം വരണം, പ്രോബ്ലംസ് വരണം, വിഷമം വരണം, സ്നേഹം വരണം, എല്ലാം വരണം. ദാറ്റ് ഈസ് ഫാമിലി. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം ബ്രോ, അവരെ റിട്ടയർ ചെയ്യാൻ വേണ്ടി. ബ്രോ, നിങ്ങളുടെ നാട്ടുകാരെ അവന്മാര് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? നിങ്ങളെ വീട്ടുകാരെ കൊണ്ട്, നിങ്ങളെ വീട്ടുകാർ കൊള്ളത്തില്ലെന്നും നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ ചിലമാർ ഇല്ല ബ്രോ, എനിക്ക് അങ്ങനെ ആരും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ സിഗ്മയില്ല, എനിക്ക് ഒട്ടൊക്കെ ചെയ്യണം, ഞാൻ അങ്ങനെ ഇങ്ങനെ. Fuck off. Come on bro, come on. റിയാലിറ്റിയിലേക്ക് വാ. സോ യു നീഡ് ടു ഡു ഇറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ 4 പോയിന്റ്സ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഈ ആക്ഷനബിൾ സ്റ്റെപ്പ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. നിങ്ങൾ നാളെ മുതൽ ഒരു 6 മണി കഴിഞ്ഞിട്ട് മുമ്പ് എണ്ണിച്ചിരിക്കണം. മിനിമം 6 മണി. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ നിങ്ങൾ നേരത്തെ കിടക്കണം. നിങ്ങൾ രാത്രി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 1 മണി 2 മണി വരെ ഒന്നും ഇരിക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രയോജനം മക്കളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വി നീഡ് ടു സ്റ്റാർട്ട് ദിസ് തിങ്. സ്ലീപ്പിന്റെ കാര്യം നല്ലോണം നോക്കുക, രാവിലെ എണ്ണിക്കുന്ന കാര്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ഫോണിൽ തുടരരുത്. ഈവൻ 2 hour എങ്കിലും പോട്ടെ, അത് കൂടുതലാണ്, 1 hour എങ്കിലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ കയറിയരുത്. പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും അത് പറയത്തുമില്ല ബ്രോ. ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ കണ്ണ് തുറന്ന്, ഞാൻ ആദ്യം പറഞ്ഞിട്ട് കണ്ണ് തുറക്കുമ്പോൾ ഇതിനകത്ത് സ്ക്രോൾ ചെയ്തിരിക്കരുത്. നിങ്ങളുടെ ലൈഫ് ഡിസ്ട്രോയ് ആയിപ്പോവും ബ്രോ. ഇതിന് വേറെ ലെയർ ഉണ്ട്. ഞാൻ ഇത് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം ബ്രോ, ഇതിന് വേറെ ലെയർ ഉണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ എനർജി നമുക്ക് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ രാവിലെ എണ്ണിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇട്ടുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, ഒരു എയിം ഉണ്ട്. 4ാമത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, 4ാമത്തെ റൂൾ, അത് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുക. ഈ പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 2 പേർക്കും അക്കൗണ്ടബിൾ ആയിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ? സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഈ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യൂ ബ്രോ. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
നിങ്ങളുടെ മുഖത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈല് വരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ബ്രോ. അതുകൊണ്ടാണ് ഇത് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്വയമായിട്ട് നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. യു നീഡ് ടു ഫസ്റ്റ് ബിലീവ് ഇറ്റ് ആൻഡ് യു നീഡ് ടു ബി പാർട്ട് ഓഫ് ഇസഡ് ഗ്രൂപ്പ്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ക്യാപ്റ്റൻസ് വേർഡ് ഈസ് ലോ. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Ma.